നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ആഗോള വിപണിയിലുണ്ടായിരിക്കുന്ന വലിയ സമ്മർദ്ദം പോയ വാരം ഇന്ത്യൻ വിപണിയെ പിടിച്ചുകുലുക്കുന്നത് നമ്മൾ കണ്ടു. നിഫ്റ്റി 10,600-നരികെയാണ് വാരാന്ത്യത്തിൽ ക്ലോസ് ചെയ്തത്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം അടുത്തയാഴ്ച വരാനിരിക്കുകയാണ്. 2019 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സൂചനകളാകും ഇത് എന്ന വിലയിരുത്തൽ പൊതുവെയുണ്ട്. ഇതെല്ലാം ഇന്ത്യൻ വിപണിയെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കും എന്നറിയാം. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചകളും വിപണിക്ക് ഏറ്റവും നിർണായകമായിരിക്കും. അതുപോലെ മാർക്കറ്റ് വാച്ചിൽ ഹെഡ്ജ് ഇക്വിറ്റീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചത്തെ വിപണിയെ നമുക്ക് പ്രധാനമായും ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നിരവധി ആഗോള ഘടകങ്ങൾ വിപണിക്ക് തിരിച്ചടി നൽകുന്നത് നമ്മൾ കണ്ടു. ഒപ്പം തന്നെ ഇന്ത്യൻ ഘടകങ്ങളും സ്വാഭാവികമായിട്ടും വിപണിയെ സ്വാധീനിക്കുന്നുണ്ടായിരുന്നു. 10,600-ന് തൊട്ടരികെയാണ് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച ഉണ്ടായത്. എങ്ങനെയാണ് കഴിഞ്ഞ ആഴ്ചയെ താങ്കൾ കാണുന്നത്? ഈ വീക്ക് മാർക്കറ്റ് ഒരു കറക്ഷൻ മോഡിലായിരുന്നു. കാരണം ഒക്ടോബർ 26-നാണ് ഏറ്റവും 10,005 എന്ന് പറയുന്ന ലാസ്റ്റ് ഒരു വലിയൊരു കറക്ഷൻ മോഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തിരുന്നു. ആ 26-ൽ നിന്നാണ് ഇപ്പോഴത്തെ റിക്കവറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ ഡിസംബർ 3-ന് 10,941 വരെ മാർക്കറ്റ് റൈഡ് ചെയ്തു. ഓൾമോസ്റ്റ് 950 പോയിൻറ്റ്സിൻ്റെ റൈഡാണ് ഒരു 1 മന്ത് കൊണ്ട് വന്നത്. എന്നാൽ അതിനുശേഷം ഈ വീക്ക് ഈ ഒരു ഹൈ വന്നതിന് ശേഷം മൺഡേ ആണ് 10,941 വന്നത്. അതിനുശേഷം മാർക്കറ്റ് അഗൈൻ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. അതൊരു ഗ്ലോബൽ കൺസേൺ ആണ്. ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല, ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം തന്നെ ഒരു കറക്ഷൻ മോഡിലായിരുന്നു. ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ തന്നെയാണ് പ്രധാനമായിട്ടും റിഫ്ലക്റ്റ് ചെയ്തത്. ഒന്ന്, അതുപോലെ ട്രേഡ് വാർ, ചെറിയ രീതിയിൽ ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം RBIയുടെ പോളിസി, ക്രൂഡ് ഓയിൽ പ്രൈസ് ഈ വീക്ക് ഇനീഷ്യൽ സ്റ്റേജിലൊരു റൈഡ് ഉണ്ടായിരുന്നു. വലിയൊരു കറക്ഷന് ശേഷം വീണ്ടും ഒരു റിക്കവറി, വീണ്ടും റുപ്പി വീക്കാകുമോ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എഫക്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു കൺസേൺ കൊണ്ടാണ് എഗൈൻ മാർക്കറ്റ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തത്. എന്നാൽ ഫ്രൈഡേ മാർക്കറ്റ് ഒരു ബെറ്റർ ഓപ്പണിംഗ് തന്നെയായിരുന്നു. എന്നാൽ ക്ലോസിംഗ് സെഷനോട് വീണ്ടും മാർക്കറ്റ് ആ ഗെയിൻ നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ വീക്ക് മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആയിരുന്നു. അതോടൊപ്പം തന്നെ ഇനീഷ്യൽ സ്റ്റേജ് മാർക്കറ്റ് നല്ലൊരു ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം വീണ്ടും കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. ഫ്രൈഡേ വീണ്ടും ഒരു ഷാർപ്പ് ഓപ്പണിംഗ്, ഗ്യാപ്പ് ഓപ്പണിംഗ് തന്നെയായിരുന്നു. വീണ്ടും അത് കൺസോളിഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്തായാലും മാർക്കറ്റ് വരും ദിവസങ്ങളിൽ വോളറ്റൈലായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഈ കൺസേൺ തന്നെയാണ്. ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, റുപ്പി, അതുപോലെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി, ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ, ഇങ്ങനെ വളരെയധികം ബ്രെക്സിറ്റ്, ഇങ്ങനെ വളരെയധികം ന്യൂസുകൾ ഗ്ലോബലി അതുപോലെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്നൊക്കെ തന്നെ നെഗറ്റീവും പ്രധാനമായിട്ടും നെഗറ്റീവ് ന്യൂസുകളാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഹോണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ കൂടുതൽ വോളറ്റിലിറ്റി ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്തായാലും ഒക്ടോബർ 26-ന് ശേഷം കണ്ടിന്യൂസ് മാർക്കറ്റ് റിക്കവറി പാത്തിൽ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു റീസൺ ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിരുന്ന കറക്ഷൻ തന്നെയാണ്. പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ കറക്ഷൻ, അതുപോലെ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നു, ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവ് തന്നെ. അതുപോലെ ഗ്രോത്ത് തിരിച്ചു വരുന്നു, ബെറ്റർ ഏണിങ്സ്, ഇതൊക്കെ തന്നെയായിരുന്നു ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ IL&FS ഇഷ്യൂവിന് ശേഷം ലിക്വിഡിറ്റി ക്രൈസിസ് ചെറിയ രീതിയിലെങ്കിലും റിലാക്സേഷൻ വരുന്നു എന്നുള്ള പല പോസിറ്റീവ് ന്യൂസുകളും. ആ ന്യൂസുകൾ തന്നെയാണ് ഈ 10,005-ൽ നിന്നും ഈ നിഫ്റ്റി ഈ 3-ന് 10,941 വരെ വരാനുള്ളൊരു പ്രധാന റീസൺ അത് തന്നെയായിരുന്നു. അതിനുശേഷം വീണ്ടും ഗ്ലോബൽ നെഗറ്റീവ് ന്യൂസ് മാർക്കറ്റിനെ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യിച്ചു. എന്തായാലും വരും ദിവസങ്ങളിലും ഈ വോളറ്റിലിറ്റി കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ എങ്ങനെ വിലയിരുത്താം? പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ചൊവ്വാഴ്ച വരാനിരിക്കുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും ചൊവ്വാഴ്ചത്തെ ഫലം വിപണിക്കും നിർണായകമായിരിക്കും. കേന്ദ്ര സർക്കാരിൽ കൂടുതൽ സമ്മർദ്ദം ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാക്കുമോ എന്നാണ് എല്ലാവരും കാത്തിരുന്ന് കാണുന്നത്. 2019 തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ സൂചനയായിട്ടും ഒരുപക്ഷെ ഇതിനെ വിലയിരുത്തുന്നവരും ധാരാളമുണ്ട്. ആ സാഹചര്യത്തിൽ വരുന്നയാഴ്ച എങ്ങനെ കാണാൻ കഴിയും? പ്രത്യേകിച്ചും ഈ ഇലക്ഷൻ റിസൾട്ടുകൾ എത്രത്തോളം നിർണായകമാണ്? നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ പ്രധാനമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ്. സ്റ്റേറ്റ് ഇലക്ഷൻ റിസൾട്ട് മാർക്കറ്റിനെ സ്വഭാവമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അതിനനുസരിച്ചുള്ളൊരു വോളറ്റിലിറ്റി നമുക്ക് മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതുപോലെ ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ മൂവ്, ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ ബ്രെക്സിറ്റ് 11-ന് ഫൈനൽ ഡേ ആണ്. ഇത് ഗ്ലോബൽ ഒരു ഇവൻ്റാണ്, ഗ്ലോബൽ ന്യൂസാണ്. അതുപോലെ ട്രേഡ് വാർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇതൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. നമ്മൾ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എന്ന് പറയുന്നു. ഒന്ന്, ഇലക്ഷൻ റിസൾട്ടും, 2, ക്രൂഡ് ഓയിൽ പ്രൈസിൻ്റെ മൂവ്, ഒപ്പക്കിൻ്റെ ഫൈനൽ തീരുമാനം വരുന്നു.
അപ്പോൾ അത് ക്രൂഡ് ഓയിൽ പ്രൈസിൽ അഗൈൻ ഒരു റൈഡ് സംഭവിക്കുകയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കറക്ഷൻ, റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലൊക്കെ തന്നെ മാർക്കറ്റിനെ വളരെ കോഷ്യസ് ആയിട്ട് അപ്രോച്ച് ചെയ്യേണ്ട ദിവസങ്ങളാണ് വരുന്നത്. നെക്സ്റ്റ് വീക്ക് പ്രത്യേകിച്ചും വളരെ വോളട്ടൈലായി ഇരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശ്രീ ഭുവനേന്ദ്രൻ, അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര യുദ്ധം മറ്റ് പൊളിറ്റിക്കൽ ഘടകങ്ങളിലേക്ക് കൂടി മാറുകയാണ്. വലിയ തോതിലുള്ള ആഗോളതലത്തിൽ ഇതിൻ്റെ ഒരു സമ്മർദ്ദം വിപണിയിൽ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായിരിക്കുന്ന കുറവ്, ഒപ്പക് രാജ്യങ്ങൾ ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കുവാനുള്ളൊരു തീരുമാനം, ഇതെല്ലാം സ്വാഭാവികമായിട്ടും വിപണിയെ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യൻ ഘടകങ്ങളും ഇതിൽ എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ട്, പ്രത്യേകിച്ചും വിപണിക്ക് മുന്നോട്ട് പോകാൻ ശക്തി നൽകുന്ന ഏതൊക്കെ ഘടകങ്ങൾ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയും? വിപണിക്ക് അനുകൂലമായ സാഹചര്യം ഏതൊക്കെയാണ്? ഈ ഒരു മാർക്കറ്റിൻ്റെ റിക്കവറിയുടെ റീസൺ, അല്ലെങ്കിൽ റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഈ റൈഡിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടായിരുന്ന ഫോൾ തന്നെയാണ്. വളരെ ഷാർപ്പായുള്ള ഫോൾ ക്രൂഡ് ഓയിലുണ്ടായി. അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പോസിറ്റീവ് തന്നെയാണ്. നമ്മൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ, ഇതൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിൽ റുപ്പി സ്ട്രെങ്തൻ ചെയ്യുന്നു, അതും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും. അതിൽ നമ്മൾ ട്രേഡ് വാർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളിൽ ചെറിയൊരു ശമനം സംഭവിച്ചു. അതുപോലെ ഐലൻഡ് എഫ് എസ് ഇഷ്യൂവിന് ശേഷം ലിക്വിഡിറ്റി ക്രൈസിസ് ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ് അത് ഓവർകം ചെയ്യാൻ സാധിച്ചു. ഇങ്ങനെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിലുണ്ടായിരുന്നു. അതാണ് നിഫ്റ്റി 10,000 നിന്നും ആ ഒരു വലിയ ഷാർപ്പായുള്ള റിക്കവറിയുടെ ഒരു പ്രധാന റീസൺ അത് തന്നെ. എനിക്ക് തോന്നുന്നു 9 to 10% അടുത്ത് റിക്കവറി മാർക്കറ്റിൽ സംഭവിച്ചതിൻ്റെ റീസൺ ഒരു 1 മന്തിലാണ് അത് സംഭവിച്ചത്. അതിൻ്റെ ഒരു റീസൺ ഞാൻ നേരത്തെ പറഞ്ഞ വളരെയധികം പോസിറ്റീവ്സ് ആണ്. അതിനകത്ത് പ്രധാനമായിട്ടും ക്രൂഡിൻ്റെ മൂവ് തന്നെയാണ്. അത് റുപ്പീസ് സ്ട്രെങ്തൻ ചെയ്യിച്ചു. അങ്ങനെ വളരെയധികം പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്നിരുന്നു. എന്നാൽ ഈ വീക്കോടുകൂടി സിറ്റുവേഷൻ വീണ്ടും മാറുന്നതാണ് നമ്മൾ കണ്ടത്. അത് നെഗറ്റീവ് എന്ന് വരാനിരിക്കുന്ന നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ക്രൂഡിൻ്റെ മൂവ്മെൻറ്റ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഫെഡിൻ്റെ മീറ്റിംഗ്, അതിൻ്റെ ഔട്ട്കം എന്താണോ അത് ഗ്ലോബൽ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ തന്നെ ട്രേഡ് വാർ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ മാർക്കറ്റിനെ സ്വാഭാവികമായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഗ്ലോബൽ ന്യൂസുകളാണ് ഇതൊക്കെ തന്നെ. അതുപോലെ ബ്രെക്സിറ്റ് 11th ഫൈനൽ ഡേ. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബലി വരാകുന്ന ന്യൂസുകൾ എന്ന്. അതിൻ്റെ ഔട്ട്കം എന്താണോ അതിനനുസരിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഇലക്ഷൻ റിസൾട്ട് തന്നെയാണ്. ഇലക്ഷൻ റിസൾട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ തന്നെ തീരുമാനിക്കുന്നതായിരിക്കാം. ഡയറക്ഷൻ, കൃത്യമായുള്ള ഡയറക്ഷൻ, മാർക്കറ്റ് എങ്ങോട്ട് മൂവ് ചെയ്യും എന്നുള്ളത്. ഓൾറെഡി മാർക്കറ്റിൽ ഇത് ഡിസ്കൗണ്ട് ചെയ്തിട്ടാണ് ഒരു കറക്ഷൻ മോഡിലേക്ക് പോകാനുള്ള ഒരു പ്രധാന റീസൺ ഇതൊക്കെ തന്നെയാണ്. ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെ ഒരു കറക്ഷൻ തന്നെയാണ്. അപ്പോൾ അത് എന്തായാലും നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരുന്നു, അത് സ്വാഭാവികമായിട്ടും മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ വരും ദിവസങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കുറേ ഫാക്ടേഴ്സ് മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇതൊക്കെ മാർക്കറ്റിൻ്റെ ഒരു പാർട്ടാണ്. ഒരു റീറ്റെയിൽ ഇൻവെസ്റ്റർ ഇങ്ങനെയുള്ള നോയ്സ് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അവർ കമ്പനിയിൽ സ്പെസിഫിക് ആയിട്ട് ആ കമ്പനിയിൽ തന്നെ അവരുടെ ഫോക്കസ് പോവുക, നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള നല്ല റിസൾട്ട് അനൗൺസ് ചെയ്ത പ്രോമിസിംഗ് ആയിട്ടുള്ള നല്ല ബിസിനസ്സിൻ്റെ പാർട്ടാകുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം നല്ലത്. ഒരു പോയിന്റിൽ നമ്മളൊരു 1 lakh ഇൻവെസ്റ്റ് ചെയ്തു, അതൊരു പോയിന്റിൽ 90,000 75,000 ആകാൻ പാടില്ല എന്നുള്ള വാശി ആവശ്യമില്ല. 1 lakh ഇൻവെസ്റ്റ് ചെയ്താൽ അത് 80,000 ആയാൽ നല്ല ബിസിനസ്സിൻ്റെ പാർട്ടാണെങ്കിൽ എഗെയിൻ അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ഓരോ ഇൻവെസ്റ്ററും ചിന്തിക്കണം. അത് 70,000 ആയാലും അതൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് ചിന്തിക്കണമെങ്കിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എടുത്താൽ മാത്രമേ അത് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ ഒരു ഇൻവെസ്റ്റർ മൈൻഡ് സെറ്റ് മാറുക എന്നുള്ളതാണ്. നമ്മളൊരു ബിസിനസ്സിൻ്റെ പാർട്ടാകുകയാണ്. ഞാൻ നേരത്തെ ഈ പോയിന്റ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് ഈ കറക്ഷൻസൊക്കെ ഈ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവുകൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിൽ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഞാൻ നേരത്തെ പറഞ്ഞ പാരാമീറ്റേഴ്സ് ഉള്ള കമ്പനിയിലേക്ക് നമ്മൾ ഫോക്കസ് പോകുമ്പോൾ അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. നമ്മൾ ഒരിക്കലും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1 year 2 year ടൈം ഫ്രെയിമിലല്ല, അത് 5 year 10 year. ഇതിൻ്റെ ഡെഫിനേഷൻ തന്നെ റിട്ടയർമെൻറ്റ് ഓർ നെക്സ്റ്റ് ജനറേഷൻ എന്നാണ് സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഡെഫിനേഷൻ തന്നെ. അപ്പോൾ നമ്മൾ ലോങ് ടേം വ്യൂവിൽ ഒരു ബിസിനസ്സിൻ്റെ പാർട്ടായി മാറുക എന്നുള്ളതാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. വലിയ തോതിലുള്ള ചാഞ്ചാട്ടം വിപണിയിൽ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പല പ്രധാനപ്പെട്ട സെക്ടറുകളിലും ഇത് അനുഭവപ്പെട്ടു. ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലും വലിയ മാറ്റങ്ങൾ പോയി വാർത്തയുണ്ടായി. ഇതെല്ലാം റീറ്റെയിൽ നിക്ഷേപകർക്ക് വലിയ തോതിലൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രതിസന്ധിയെ നേരിടുന്നതും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. ഏത് തരത്തിലൊരു സ്ട്രാറ്റജിയാണ് അവർ ഈ സമയത്ത് സ്വീകരിക്കേണ്ടത്? എന്താണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനോട് പറയാനുള്ളത്? അഭിലാഷ്, ഓരോ കറക്ഷനും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. നമ്മൾ പലപ്പോഴും കണ്ടതാണ്. ഇപ്പോൾ ലാസ്റ്റ് 25 yearsൻ്റെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി എടുത്താൽ ഇത് പാർട്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റാണ്. പലപ്പോഴും നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഗാംബിൾ ചെയ്യാൻ അല്ലെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതല്ല.
വി ആർ ബൈയിങ് ദ ബിസിനസ് ഓഫ് ദാറ്റ് കമ്പനി. അപ്പോൾ ഒരു ബിസിനസ് പാർട്ട്ണർ ആകുക എന്നുള്ള രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കറക്ഷനും, ഇപ്പോൾ ഓരോ ടൈം ടു ടൈം ഓരോ കറക്ഷൻ ഓരോ കാലഘട്ടങ്ങളിലും പല പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള ന്യൂസുകളുണ്ട്. പല കമ്പനികൾ, ഈവൻ വളരെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള നല്ല ഏർണിംഗ് ഗ്രോത്ത് ഉള്ള കമ്പനികൾ, പ്രത്യേകിച്ച് നമ്മൾ എടുക്കുകയാണ്, ഇപ്പോൾ HDFC എടുക്കുക, കോട്ടക് മഹീന്ദ്ര, റിലയൻസ് പോലെ ഫ്രണ്ട് റൺ ഏത് സ്റ്റോക്ക് എടുത്താലും ഈ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉള്ള കമ്പനികളിലൊക്കെ തന്നെ ഓരോ സമയങ്ങളിലും നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വന്ന് കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈവൻ റീസെൻ്റായിട്ട് നമുക്ക് എടുക്കാം മാരുതി, ലാസ്റ്റ് 3 ഇയർ മാരുതിയുടെ മൂവ് എടുത്താൽ തന്നെ ഇപ്പോൾ റീസെൻ്റായിട്ട് 10,400 വന്നതിന് ശേഷം 6,502 വരെ ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് അഗെയിൻ ഒരു റിക്കവറി, നമുക്കറിയാം 7,700 വരെ റൈഡ് വന്നു. ഏകദേശം 1,200 പോയിൻറ്റ്സിൻ്റെ റൈഡാണ് ഈ ഒരു 1 മന്തിനുള്ള റിക്കവറി സംഭവിച്ചത്. അപ്പോൾ പലപ്പോഴും കറക്ഷൻ ഒരു 2 മന്ത്സ് 3 മന്ത്സിലാണെങ്കിൽ റിക്കവറി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ മാരുതി എടുത്താലും റിലയൻസ് എടുത്താലും കോട്ടക് മഹീന്ദ്ര, HDFC ഒക്കെ എടുക്കുമ്പോൾ ഈ കമ്പനികൾ എസ്പെഷ്യലി പ്രത്യേകിച്ചും ഈ കമ്പനികളിൽ ഒന്നും സംഭവിക്കുന്നില്ല, ഒരു ഏർണിംഗ് ഡാമേജോ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ വാല്യുവേഷനിൽ ഒരു ഡ്രോപ്പ് സംഭവിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ആ രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കാണുക എന്നുള്ളതാണ്. പലപ്പോഴും ഇൻവെസ്റ്റേഴ്സിന് ഫിയറാണ്, മാർക്കറ്റിൽ ഡീപ്പ് കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ഫിയറാണ്. നമ്മൾ വരുന്ന ലെറ്ററുകളൊക്കെ തന്നെ കാണുന്നതാണ്. പലപ്പോഴും നമ്മൾ മാർക്കറ്റ് വാച്ചിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓരോ കറക്ഷനും കൂടുതൽ ഡിസ്കഷൻ പോയിന്റ് വരികയാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഫിയറാണ്. ഓരോ കറക്ഷനെയും മാർക്കറ്റ് ഓവർകം ചെയ്യാൻ സാധിക്കും. ഈവൻ ഒരു 3 ഇയർ ചാർട്ട് മാരുതിയുടെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ സമയത്ത് തന്നെ ഡീപ്പായിട്ടുള്ള കറക്ഷൻ 35% കറക്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ 4,750 നിന്നാണ് മാരുതി 10,400 റൈഡ്. അത് HDFC എടുത്താലും കോട്ടക് മഹീന്ദ്ര എടുത്താലും റിലയൻസ് എടുത്താലും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടേക്ക് എനി സ്റ്റോക്ക്, ഇതിലെല്ലാം തന്നെ കറക്ഷൻ സംഭവിക്കുന്നുണ്ട്, റിക്കവറിയും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആ കമ്പനിയുടെ പെർട്ടിക്കുലർ കമ്പനിയുടെ ബിസിനസ്, അതിന് ഏർണിംഗ് ഗ്രോത്ത് ഉണ്ടോ, അതാണ് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത്. അത് മാർക്കറ്റ് ഈ ന്യൂസുകൾ, നെഗറ്റീവായുള്ള ന്യൂസ്, ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ മൂവ് ആണെങ്കിലും കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യുന്നു, ഗ്ലോബൽ ട്രേഡ് വാർ, ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ ഒക്കെ തന്നെ മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ കമ്പനിയുടെ മൂവ് തീരുമാനിക്കും. പക്ഷേ അതിലുപരി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ബിസിനസ് ബൈ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ടൈം കൺസ്യൂമിംഗ് ആണ്. വി ആർ ബൈയിങ് ദ ഫ്യൂച്ചർ ഓഫ് ദ കമ്പനി. അപ്പോൾ നമ്മളത് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഷോർട്ട് ടേം വ്യൂവിൽ ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ അല്ല. പലപ്പോഴും നമ്മൾ മാർക്കറ്റ് വാച്ച് ഡിസ്കസ് ചെയ്യുന്ന ഈ 30-40 അല്ലെങ്കിൽ 40-40-20 പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ മാർക്കറ്റിൻ്റെ മൂവിനനുസരിച്ച് ഫെയർ വാല്യൂ പ്ലസ് ആണോ, ഫെയർ വാല്യൂ ആണോ, ഡിസ്കൗണ്ട് വാല്യൂ ആണോ, അത് നമ്മൾ അനലൈസ് ചെയ്ത് ഇനീഷ്യൽ സ്റ്റേജിൽ 30%, ദെൻ 30-40 അല്ലെങ്കിൽ 40-40-20 ഈ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ബാലൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓരോ കറക്ഷൻ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ കൃത്യം ബോട്ടം എവിടെയാണെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് എന്ന് പറയുന്നത് അതിന് വളരെ ഇമ്പോർട്ടൻസ്, ആ കമ്പനി, അതിൻ്റെ കോർപ്പറേറ്റ് ഗവേണൻസ്, അതിൻ്റെ ബുക്ക് വാല്യൂ, EPS, അങ്ങനെ റിട്ടേൺ ഓൺ ഇക്വിറ്റി, ഇതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഒരു കമ്പനി ബൈ ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ബിസിനസ് ബൈ ചെയ്യുകയാണ്. അപ്പോൾ അതിന് വളരെ നന്നായി നമ്മൾ സ്റ്റഡി നടത്തിയതിന് ശേഷം മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പാടുള്ളൂ. 15-20 ഇയേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ്, അതിൻ്റെ പ്രൊഡക്റ്റ് മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽസ്, വാല്യുവേഷൻസ്, ഇങ്ങനെയുള്ള വളരെയധികം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെയധികം നോളജ് ആവശ്യമാണ്, പേഷ്യൻസ് ആവശ്യമാണ്. നമ്മൾ ബാലൻസ് ഫണ്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ പലപ്പോഴും ഓരോ കറക്ഷനും നമ്മൾക്കറിയാം നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന്. അതോടൊപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്ക് അതിനും വളരെ നല്ല നോളജ് ആവശ്യമാണ്. എപ്പോഴും ഒരു 15 ഇയർ അല്ലെങ്കിൽ 10 ഇയർ ഇതിൻ്റെ ചാർട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. നമ്മൾ ഫ്രണ്ട് റൺ സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ, നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ സ്റ്റഡി നടത്തുകയാണെങ്കിൽ ഈ വരുന്ന നെഗറ്റീവ് ന്യൂസൊക്കെ തന്നെ ഈ സ്റ്റോക്കിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് മാരുതി എടുത്താലും, ടാറ്റ മോട്ടോഴ്സ് എടുത്താലും, റിലയൻസ് എടുത്താലും, L&T എടുത്താലും, ബോഷ് എടുത്താലും, ഏത് സ്റ്റോക്കിലും ഈ വോളറ്റിലിറ്റി റിഫ്ലക്റ്റ് ചെയ്യും. കാരണം അത് അതിൻ്റെ പാർട്ടാണ്. പക്ഷേ ഈ റിക്കവറി അത് എത്ര ഫാസ്റ്റർ ഫേസിലാണ് റിക്കവറി സംഭവിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വളരെ നല്ല സ്റ്റോക്കുകളിൽ എക്സാമ്പിളാണ് ലാസ്റ്റ് 2 വീക്സ് ബാക്ക് മാരുതി 6,500 അടുത്ത് വന്നതിന് ശേഷം വളരെ ഷാർപ്പായിട്ടാണ് 7,700 റൈഡ് വന്നത്. അപ്പോൾ അതാണ് നല്ല സ്റ്റോക്കുകൾ കറക്ഷൻ മോഡിലേക്ക് പോവും, അതോടൊപ്പം തന്നെ റിക്കവറി വളരെ ഫാസ്റ്റർ ഫേസിൽ റിക്കവറി സംഭവിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ബിസിനസ് ബൈ ചെയ്യുക, അതിന് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. പലപ്പോഴും ഡിസ്കഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് എന്തുകൊണ്ട് കറക്റ്റ് ചെയ്തു, ഇനി വീണ്ടും കറക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടോ. ഇപ്പോൾ അഭിലാഷിൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. കാരണം എന്താണ് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം, എല്ലാവരുടെ ക്വസ്റ്റ്യനാണ്. ഇൻവെസ്റ്റേഴ്സ് എന്താണ് ബൈ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ കറക്ഷനും
ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ നല്ല സ്റ്റോക്ക് ഫെയർ വാല്യൂ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് വാല്യൂവിൽ അവൈലബിൾ ആകണമെങ്കിൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ ആവശ്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കമ്പനിയിൽ ഏതെങ്കിലും കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ അല്ലെങ്കിൽ വാല്യുവേഷൻ റിലേറ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, നെഗറ്റീവ് ന്യൂസ് കൊണ്ടാണ് ഈ കമ്പനി, ഇപ്പോൾ യെസ് ബാങ്ക് പോലെ അങ്ങനെ ഏതെങ്കിലും അല്ലെങ്കിൽ സൺഫാർമ പോലെ ഈ കമ്പനിയെ പർട്ടിക്കുലറായിട്ട് ഈ കമ്പനിയെ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ തൽക്കാലം ആ കമ്പനിയിൽ മാറി നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അപ്പോൾ അതല്ലാതെ എക്സ്റ്റേണൽ ഇഷ്യൂ കൊണ്ട് അല്ലെങ്കിൽ ഗ്ലോബൽ ന്യൂസ് കൊണ്ട്, ഡൊമസ്റ്റിക് പൊളിറ്റിക്കൽ ഇഷ്യൂ കൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള കറക്ഷൻ ഇൻഡിവിജ്വലായിട്ട് സ്റ്റോക്കിൽ സംഭവിക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് അതൊരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. ഇനി ഈ ആഴ്ച നമുക്ക് ലഭിച്ച ഒരു കത്ത് പരിശോധിക്കുകയാണ്. ശ്രീ രമേശ് നായർ, ഖത്തറിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ കത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ ആണ് നൽകിയിരിക്കുന്നത്. ലിബർട്ടി ഷൂ, കോൾഗേറ്റ്, ആക്സിസ് ബാങ്ക്, ജെറ്റ് എയർവേസ്, സൺഫാർമ, സിപ്ല, ഹീറോ മോട്ടോ, കൊട്ടക് മഹീന്ദ്ര ആൻഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഈ സ്റ്റോക്കുകളിൽ ഏത് തരത്തിലൊരു നിലപാട് സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതിൽ വിറ്റുമാറേണ്ട സ്റ്റോക്കുകളുണ്ടോ അതോ കൂടുതൽ വാങ്ങേണ്ട സ്റ്റോക്കുകളുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഓഹരികൾ ആവറേജ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടോ? പൊതുവെ എന്ത് നിലപാട് ഈ പോർട്ട്ഫോളിയോയിൽ സ്വീകരിക്കണം എന്നാണ് ശ്രീ രമേശ് നായർ ചോദിക്കുന്നത്. സ്റ്റോക്ക് സെലക്ഷൻ എല്ലാം വളരെ നല്ലതാണ് അഭിലാഷ്. ആദ്യമായിട്ട് ഇതിനകത്ത് ലിബർട്ടി ഷൂ ആണ്. ഇവർ പ്രധാനമായും ഈ ലൈഫ് സ്റ്റൈൽ സെഗ്മെൻറ്റിലേക്ക് കൂടുതലായിട്ട് കമ്പനി ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. വളരെ നല്ല പ്രോഫിറ്റ് ജനറേറ്റിംഗ് ആയിട്ടൊരു ബിസിനസ്സാണ്. ഇപ്പോഴത്തെ വാല്യുവേഷനും വളരെ ഫെയർ തന്നെയാണ്. 2020 1000 crore റവന്യൂയിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അപ്പോൾ അതാണ് പുതിയ സെഗ്മെൻറ്റിലേക്ക് ഇവർ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുമ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് ലിബർട്ടി ഷൂ. ഹൈ 281 ആണ്. റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ലോ എന്ന് പറയുന്നത് 129 ആണ്. ഇപ്പോൾ 158 160 ലെവലിലാണ് സ്റ്റോക്ക് ട്രേഡിംഗ് നടക്കുന്നത്. എഗെയിൻ ഒരു ഡീപ്പ് കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒരു മേജർ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർക്ക് എൻട്രി പോയിൻ്റ് ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത് 131 ആണ്. ആ ലെവൽ വരാനുള്ള പോസിബിലിറ്റി ഇപ്പോഴത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കുറേ വളരെയധികം പോയിന്റുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനൊരു പോസിബിലിറ്റി നിലനിൽക്കുന്നുണ്ട്. ഈവൻ ഇപ്പോഴത്തെ രീതിയിൽ ഒരു 150 to 130 അങ്ങനെ കണ്ടിന്യൂസ് ബൈയിങ് സൈഡിൽ നിൽക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 131 ആണ്. അതുപോലെ തന്നെ 221 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ കറക്ഷനും ലിബർട്ടി ഷൂ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു കമ്പനി തന്നെയാണ്. ദെൻ ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. വീണ്ടും 600 ബിലോ മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ 560 എന്ന് പറയുന്നത് ഒരു വളരെ ലോവർ വാല്യുവേഷനാണ്. അതിൻ്റെ റീസൺ മാർക്കറ്റിൽ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വരാനുള്ള വോളറ്റിലിറ്റിയാണ്. അത് ഇലക്ഷൻ റിസൾട്ട് ആയിരിക്കാം, ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, ഗ്ലോബൽ ഗ്രോത്ത് കൺസേൺ ആയിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഈ സ്റ്റോക്കിൽ കറക്ഷൻ സംഭവിക്കാം. ഇപ്പോഴത്തെ രീതിയിൽ പോലും ആക്സിസ് ബാങ്ക് ലോങ് ടേം വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. അതേസമയത്ത് ഒരു ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്ന പോയിന്റ് 560 ഒരു മേജർ സപ്പോർട്ട് സോണാണ്. ആ ഒരു ലെവൽ വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാം. 665 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ ജെറ്റ് എയർവേസ് ആണ്. ജെറ്റ് എയർവേസിനെ സംബന്ധിച്ച് പല ഡീലും നടക്കുന്നുണ്ട്. 160 നിന്നും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറി കണ്ടതാണ്. പലപ്പോഴും മാർക്കറ്റ് വാച്ചിലും ഡിസ്കസ് ചെയ്തതാണ്. ഈവൻ 300-320 ലെവലിൽ നിന്നാണ് ഈ സ്റ്റോക്ക് 160 ലെവലിലേക്ക് കറക്റ്റ് ചെയ്തത്. വളരെ ഷാർപ്പായിട്ടുള്ള ടേക്ക് ഓവർ ന്യൂസുകളും ഡിസ്കഷൻസൊക്കെ തന്നെ. എന്തായാലും ഇപ്പോഴത്തെ രീതിയിൽ വീണ്ടും ഒരു കറക്ഷൻ മോഡിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്തു. എഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞു, റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ച് സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. കാരണം ഇൻവെസ്റ്റേഴ്സിന് വലിയ റിട്ടേൺ നൽകിയൊരു സ്റ്റോക്ക് തന്നെയാണ്. ആ ഒരു ഇൻഡസ്ട്രി വളരെ നല്ലതാണ്. എന്നാൽ ഈ കമ്പനി ജെറ്റിനെ സംബന്ധിച്ചുള്ള അവരുടെ ലോസ്, അതാണ് പ്രധാനമായിട്ടും കൺസേൺ എന്ന് പറയുന്നത്. ഏതെങ്കിലും ടേക്ക് ഓവർ സംഭവിക്കുകയാണെങ്കിൽ ഒരു റൈഡിനുള്ള പോസിബിലിറ്റി. അതുപോലെ സെഗ്മെൻറ്റ് വളരെ പോസിറ്റീവുള്ളൊരു സെഗ്മെൻറ്റാണ്. ഇപ്പം ട്രാവലേഴ്സിൻ്റെ എണ്ണം കൂടുന്നതൊക്കെ തന്നെ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ജെറ്റ് എയർവേസ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 230 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 230. അതുപോലെ തന്നെ 354 ഒരു മേജർ റെസിസ്റ്റൻസ് ആണ്. ദെൻ സൺഫാർമയാണ്. പ്രധാനമായിട്ട് 2 അലിഗേഷൻസ് ഈ കമ്പനിക്ക് അഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ ആണ്. ഇതിപ്പോൾ റീസെൻ്റായിട്ട് സംഭവിച്ചതാണ്. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ ഫോർ ടൈം ബീങ് നെഗറ്റീവാണ്. അതേസമയത്ത് പോസിറ്റീവ് എന്ന് പറയുന്നതിൻ്റെ വാല്യുവേഷനാണ്. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പലപ്പോഴും ഈ കമ്പനിയിൽ നിന്ന് മാറുന്നു എന്നുള്ളൊരു ന്യൂസ്. അപ്പോൾ അതുകൊണ്ടാണ് വാല്യുവേഷൻ ഇത്രത്തോളം ഡീപ്പ് ഡിസ്കൗണ്ട് വാല്യൂയിലേക്ക് മൂവ് ചെയ്തത്. അതിൽ കഴിഞ്ഞ വർഷങ്ങളായി നിലനിൽക്കാത്ത ചില കോർപ്പറേറ്റ് ഗവേണൻസ് ഇഷ്യൂ ഈ കമ്പനിയിൽ ഇപ്പോൾ വന്നു എന്നുള്ളതാണ് അതൊരു നെഗറ്റീവായിട്ട്. കാരണം ഇതുവരെ ഓൾ ടൈം ലോയുടെ താഴേക്ക് സ്റ്റോക്ക് പോയി എന്നുള്ളത് ഒരു നെഗറ്റീവ് തന്നെയാണ്. അവിടെയും എഗൈൻ ഞാൻ പറയുന്ന ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപകരെ സംബന്ധിച്ച് 388 ആണ് മേജർ സപ്പോർട്ട് ലെവൽ. അപ്പോൾ ആ ഒരു ലെവൽ വരികയാണെങ്കിൽ
റിസ്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. 480 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ദെൻ സിപ്ല നമ്മൾക്ക് ഡൊമസ്റ്റിക് എക്സ്പോഷറാണ് കൂടുതൽ. ഒരു ഫാർമ കമ്പനിയിൽ വോളട്ടിലിറ്റിയും വളരെ കുറവാണ്. സിപ്ല ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഒരു ഹൈ മാർജിൻ പ്രതീക്ഷിക്കേണ്ട എങ്കിൽ പോലും നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉണ്ട്, സെയിൽസ് ഫിഗർ നല്ലതാണ്, പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. അത് കൺസിഡർ ചെയ്യുമ്പോൾ 474 ലെവലിലേക്ക് വരികയാണെങ്കിൽ ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 577 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇപ്പോഴത്തെ രീതിയിൽ ഒരു ഫെയർ വാല്യൂവിൽ തന്നെയാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ ഹീറോ മോട്ടോർ കോപ്പാണ്. വലിയ റൈഡ് 2000 ലെവൽ വരെ കറക്റ്റ് ചെയ്തതിന് ശേഷം റിക്കവറി പാത്തിലാണ്. അപ്പോൾ ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചും വളരെ പോസിറ്റീവാണ്. വളരെ നല്ല സെയിൽസ്, അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹീറോ മോട്ടോഴ്സ് ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് വാച്ച് എനിക്ക് തോന്നുന്നു അഗെയിൻ കണ്ടിന്യൂസ് ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നെയാണ്. 2009-15 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. ദെൻ 3320 ഒരു മേജർ റെസിസ്റ്റൻസ് തന്നെയാണ്. ദെൻ കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് ഫ്രൈഡേ വന്നു. വാറൻ ബഫറ്റ് സ്ട്രൈക്ക് എടുക്കാൻ പോകുന്നു എന്നുള്ള, പ്രൊമോട്ടർ സ്ട്രൈക്ക് കുറയ്ക്കണം, അദ്ദേഹം അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യുന്നു എന്നുള്ള ന്യൂസ്. ഈ സ്റ്റോക്ക് ഒരു 14% അടുത്ത് ഫ്രൈഡേ റൈഡ് വന്നു. ദെൻ അതിന് ശേഷം ഒരു കൺസോൾട്ടേഷൻ ഫേസിലേക്ക് മൂവ് ചെയ്തു. എന്തായാലും ഈ വാറൻ ബഫറ്റിൻ്റെ ഈ ഒരു ന്യൂസ് ടോട്ടൽ ഒരു ബാങ്കിങ് സെക്ടറെ സംബന്ധിച്ചും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ആ ഒരു ഡിസിഷൻ വരികയാണെങ്കിൽ വീണ്ടും ഫർദർ പല കമ്പനികളിലും ഇൻവെസ്റ്റ്മെൻറ്റ് വരാനൊരു പോസിബിലിറ്റി, അത് നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണാം. ഈ കോട്ടക് മഹീന്ദ്രയെ സംബന്ധിച്ച് വളരെ നല്ല കോർപ്പറേറ്റ് ഗവേണൻസും നല്ല ഏർണിംഗ് ഗ്രോത്തും ഉള്ള ഒരു ബാങ്ക് തന്നെയാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നൊരു സ്റ്റോക്ക് തന്നെയാണ്. 1245 ആണ് ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. കാരണം ഈ സ്റ്റോക്ക് വലിയ ഡീപ്പ് കറക്ഷനിൽ പോയിരുന്നതാണ്, അതിനുശേഷം റിക്കവറി സംഭവിച്ചാണ്. 1460 ആണ് ഇയർലി ഹൈ ആണ്, അതിനകത്ത് മേജർ റെസിസ്റ്റൻസ്. ദെൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ലോങ് ടൈം വ്യൂവിൽ ഫെയർ വാല്യൂ ആണ്. അപ്പോൾ പല രീതിയിലുള്ള മൂവുകൾ നടക്കുന്നുണ്ട്. അതുപോലെ പബ്ലിക് സെക്ടർ ബാങ്കുകളെ സംബന്ധിച്ച് പല NPA കുറയ്ക്കാനുള്ള വളരെയധികം മൂവുകൾ നടക്കുന്നു. അതുപോലെ പുതിയ റെഗുലേഷൻസ് ഒക്കെ തന്നെ ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവാണ്. എഗെയിൻ 258 ഒരു മേജർ സപ്പോർട്ട് ലെവലാണ്. ദെൻ 325 ആണ് മേജർ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ സ്റ്റോക്കുകളൊക്കെ വളരെ നല്ലതാണ്. ഈ സ്റ്റോക്കുകൾ വീണ്ടും ഫർദർ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ ആവറേജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ മറ്റ് നിക്ഷേപകർക്കും ഇൻവെസ്റ്റ്മെൻറ്റിന് കൺസിഡർ ചെയ്യാവുന്നതാണ്. വളരെ നന്ദി ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലൂടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന്. മാർക്കറ്റ് വാച്ച് ഇനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയമാണ്. പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് പതിവുപോലെ മറുപടി നൽകും. investment@asian-news.in എന്ന വിലാസത്തിലാണ് നിങ്ങൾ കത്തുകൾ അയക്കേണ്ടത്. നമസ്കാരം.